ഇനി നമ്മൾ ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ത്യൻ പാർട്ടി സിസ്റ്റം മേജർ ഫീച്ചേഴ്സ് ആൻഡ് എമർജിംഗ് ട്രെൻഡ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇന്ത്യൻ പാർട്ടി സമ്പ്രദായത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടി സംവിധാനത്തിൻ്റെ തുടക്കമുണ്ടായത്. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള വളരെ നിർണായകമായ ഘട്ടങ്ങളാണ് ഇന്ത്യയിൽ കടന്നുപോയത്. ഇതിനെക്കുറിച്ചാണ് ഇന്ത്യൻ പാർട്ടി സമ്പ്രദായത്തിൻ്റെ പരിണാമത്തിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പരിണാമത്തിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഘട്ടം എന്നത് 1885 മുതലാണ്. 1885 മുതൽ 1904 വരെയുള്ള ഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ ഘട്ടം, ഇന്ത്യയിലെ പാർട്ടി സംവിധാനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കേന്ദ്രമായിട്ട് 1885 സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ്, ഒരു പാർട്ടി മൂവ്മെന്റ് നടക്കുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെയാണ്. 1885 മുതൽ 1904 വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു കാലം എന്ന് പറയുന്നത് അതൊരു പരിഷ്കർത്താക്കളുടെ വേദി മാത്രമായിരുന്നു. ഇന്ത്യയിൽ കുറച്ച് പഠിച്ച, ഇന്ത്യയിലെ ഉയർന്ന വിഭാഗങ്ങളിൽപ്പെട്ട, മറ്റു ഇന്ത്യയിലെ ഏറ്റവും ഉന്നത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു വേദിയായിരുന്നു അക്കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അക്കാലത്ത് ഇന്ത്യൻ സമൂഹത്തിലെ മേൽത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടുതൽ സ്വാധീനം ചെലുത്തിയിരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയുടെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 1905 മുതൽ 1918 വരെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ ഘട്ടത്തിന്റെ കാലമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. 1909 മുതൽ 1918 വരെയുള്ള കാലഘട്ടത്തിൽ പ്രബുദ്ധരായ പ്രൊഫഷണലുകളുടെ ഒരു വിഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുറച്ചുകൂടി വൈഡായിട്ട് മാറി. ഈ ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കൂടുതൽ ദേശീയ സ്വഭാവമുള്ള പാർട്ടിയായി മാറാൻ സാധിക്കുന്നുണ്ട്. ഇക്കാലത്ത് തന്നെ ഇന്ത്യൻ പാർട്ടി സമ്പ്രദായത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നയങ്ങളിൽ ഇന്ത്യൻ പാർട്ടി സംവിധാനവും വീണുപോയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അന്ന് മുസ്ലിം ലീഗ് ഉണ്ടാവുന്നുണ്ട്, ഹിന്ദു മഹാസഭ ഉണ്ടാവുന്നുണ്ട്, അകാലിദൾ തുടങ്ങിയ മതപരമായ വർഗീയമായ പാർട്ടികളും അക്കാലത്ത് ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. ഒരേ സമയത്ത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം കുറച്ചുകൂടി വൈഡായി മാറുകയും ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ദേശീയ സമര പോരാട്ടങ്ങൾ ശക്തമാവുകയും ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാർ സ്വാഭാവികമായിട്ടും അവരുടെ ഭിന്നിപ്പിക്കൽ ഭരണം ആരംഭിക്കുകയും അതിന്റെ ഭാഗമായി ദേശീയ പ്രസ്ഥാനത്തിന് ബദലുകളായിട്ട് മതപാർട്ടികൾ ഉണ്ടായി വന്ന കാലമായിരുന്നു ഈ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കുന്നത് മൂന്നാമത്തെ ഘട്ടമാണെങ്കിൽ 1919 മുതൽ 1947 വരെയുള്ള കാലമാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ബഹുവർഗ ബഹുജന പ്രസ്ഥാനമായി മാറി. 1915 മുതൽ ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലേക്ക് എത്തിയതോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ ജനങ്ങളെ ആകർഷിക്കുകയും ഒരു ജനകീയ പ്രസ്ഥാനമായി, ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് 1915 ശേഷം ഏകദേശം 18 ആവുമ്പോഴേക്കും അതൊരു മാസ് മൂവ്മെന്റ് ആയിട്ട് ഗാന്ധിയുടെ എൻട്രിയോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മൂന്നാമത്തെ ഘട്ടത്തിലായി അത് വലിയ മാസ് മൂവ്മെന്റായി, ജനകീയ പ്രസ്ഥാനമായി ദേശീയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ തുടങ്ങി.
അങ്ങനെ അത് ഏകദേശം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി ആ ദേശീയ പ്രസ്ഥാനം അതിന്റെ മൂന്നാമത്തെ ഘട്ടം അവസാനിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതോടുകൂടി കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുകയുണ്ടായി. പക്ഷേ ഇനി ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണോ അതോ രാഷ്ട്രീയ പാർട്ടിയായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണോ, അല്ലെങ്കിൽ ഇനി ഇതിനെ ഒരു രാഷ്ട്ര സേവനത്തിനുള്ള ഒരു സേവന സംഘടനയാക്കണോ എന്നൊക്കെ പല ചർച്ചകളും ഉണ്ടായി. ഗാന്ധിയെ പോലുള്ളവർ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജനസേവന സംഘടനയാക്കിയാൽ മതി, ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അതേസമയത്ത് നെഹ്റുവിനെ പോലുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ പറഞ്ഞു കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണമെന്നും സ്വാതന്ത്ര്യം കിട്ടിയാൽ മാത്രം പോരാ, രാജ്യത്തിന്റെ വികസനത്തിന്, രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്, പുതിയ വികാസത്തിന് ദേശീയ പ്രസ്ഥാനം രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചുകൊണ്ട് അധികാരങ്ങൾ നേടിക്കൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കണം എന്നുള്ള നിലപാടായിരുന്നു മറ്റു പലർക്കും ഉണ്ടായിരുന്നത്. ഏതായാലും 1947 ശേഷം കോൺഗ്രസിന്റെ പുതിയ മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. കോൺഗ്രസ് കുറച്ചുകൂടി ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറി. കാരണം ഇന്ത്യയിലെ ഒരു ജനാധിപത്യ ഭരണകൂടം, ജനാധിപത്യ ഭരണക്രമം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉണ്ടായി വന്നു എന്നതാണ്. ഇനി നമ്മൾ അടുത്ത ഘട്ടം നോക്കുമ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ ഘട്ടത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. കോൺഗ്രസിന്റെ ആധിപത്യത്തിന്റെ യുഗമായിരുന്നു അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. 1947 മുതൽ 1967 വരെയുള്ള ആ ഒരു കാലം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആധിപത്യത്തിന്റെ കാലമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ പാർട്ടി സമ്പ്രദായത്തിന്റെ പരിണാമത്തിന്റെ മറ്റൊരു ഘട്ടമായിരുന്നു ഇത്. സ്വാതന്ത്ര്യാനന്തരം ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് കോൺഗ്രസ് ഒരു പ്രബലമായ ഭരണകക്ഷിയായി മാറി. ദേശീയ സ്വാതന്ത്ര്യ സമര പാരമ്പര്യം കോൺഗ്രസിന് ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടാക്കിക്കൊടുത്തു. 1952 ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏകപക്ഷീയമായ വിജയങ്ങൾക്ക് ആരംഭം ഉണ്ടായി. 1952 തെരഞ്ഞെടുപ്പ് മുതൽ 1967 തെരഞ്ഞെടുപ്പ് വരെ ആദ്യത്തെ 4 തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയിലെ പാർട്ടി സംവിധാനം കോൺഗ്രസിന്റെ ആധിപത്യത്തിലായിരുന്നു. ഇത് കോൺഗ്രസ് ആധിപത്യ വ്യവസ്ഥ അല്ലെങ്കിൽ കോൺഗ്രസ് സിസ്റ്റം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രജനി കോത്താരിയെ പോലുള്ള വലിയ രാഷ്ട്രീയ ചിന്തകന്മാർ പറഞ്ഞത് കോൺഗ്രസ് സിസ്റ്റം എന്നാണ്. 1967 നടന്ന 4ാമത്തെ പൊതു തിരഞ്ഞെടുപ്പ് വരെ കോൺഗ്രസ് പാർട്ടിയുടെ വൻ സാന്നിധ്യമായിരുന്നു ഇന്ത്യ മുഴുവനും ഉണ്ടായിരുന്നത്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടിക്കാണ് ആധിപത്യം ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിലും കോൺഗ്രസ് ആണ്, എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ ആധിപത്യമായിരുന്നു ഈ കാലത്തുണ്ടായിരുന്നത്. 1952 തെരഞ്ഞെടുപ്പിൽ, 1957 തെരഞ്ഞെടുപ്പിൽ, 62 തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ഒപ്പമായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമൊക്കെ കോൺഗ്രസിന്റെ ആധിപത്യമായിരുന്നു. കോൺഗ്രസിന്റെ അതിശക്തമായ മുന്നേറ്റമായിരുന്നു. ഇന്ത്യ മുഴുവനും കോൺഗ്രസ് മാത്രമായിരുന്ന ഒരു കാലമായിരുന്നു ഈ സ്വാതന്ത്ര്യാനന്തരം 1967 വരെയുള്ള കാലം എന്ന് പറയുന്നത്. സ്വതന്ത്ര സമരത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വപരമായ പങ്കും ആ ലെജസിയുമായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം, ഹെറിറ്റേജ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ്, അതായിരുന്നു കോൺഗ്രസിന്റെ വിജയത്തിന്റെ മർമ്മപ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. എന്തായാലും ഇക്കാലത്ത് കോൺഗ്രസ് ഇന്ത്യ മുഴുവനും ഭരിക്കുന്ന ഒരു കാലമായിരുന്നു. മറ്റൊന്ന്, അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കോൺഗ്രസ് സമ്പ്രദായത്തിന്റെ തകർച്ചയുടെ ഘട്ടമാണ്. ഈ കോൺഗ്രസ് സിസ്റ്റം എന്ന് രജനി കോത്താരി പറഞ്ഞ ആ കോൺഗ്രസ് ആധിപത്യത്തിന്റെ തകർച്ചയുടെ ഘട്ടമാണ് അടുത്തത്. 1967 മുതൽ 1979 വരെയുള്ള കാലം.
1967 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഒരു വലിയ ഘടനാപരമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഇത് ആധിപത്യ പാർട്ടി സംവിധാനത്തിൽ നിന്ന് മത്സര രാഷ്ട്രീയത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ ആധിപത്യം 1960കളുടെ പകുതി മുതൽ തന്നെ തകരാൻ തുടങ്ങിയിരുന്നു. 1967 നാലാമത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ ഈ മാറ്റത്തിന്റെ തീവ്രത ശക്തമായി. 1967 നാലാമത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വിരുദ്ധ സഖ്യങ്ങൾ ഉയർന്നു വന്നു. അന്നുണ്ടായിരുന്ന 16 സംസ്ഥാനങ്ങളിൽ നിന്ന് ബീഹാർ, പശ്ചിമ ബംഗാൾ, ഒറീസ, തമിഴ്നാട്, പഞ്ചാബ്, രാജസ്ഥാൻ, കേരളം, ഉത്തർപ്രദേശ് എന്നിങ്ങനെ 8 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അധികാരം തന്നെ നഷ്ടപ്പെടുകയുണ്ടായി. ദേശീയ തലത്തിൽ കോൺഗ്രസ് വിജയിക്കുകയും ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയും ചെയ്യുന്നുണ്ടെങ്കിലും 8 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് 1967 ഉണ്ടാവുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്രത്തിൽ ഇന്ദിരാഗാന്ധി ഭരണം നിലനിർത്തിയെങ്കിലും കൂടുതൽ ഇന്ദിരാ കേന്ദ്രീകൃതമായ തീരുമാനങ്ങളും ഭരണവുമാണ് അന്ന് നടപ്പായത്. ഇന്ദിരാഗാന്ധി സ്വന്തം പ്രതിച്ഛായക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് അധികാരം കേന്ദ്രീകരിച്ചതിന്റെ ഭാഗമായി 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്ക് രാജ്യം എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് വളരെ ജനദ്രോഹപരമായ നടപടികൾ സ്വീകരിച്ചതിന്റെ ഭാഗമായി അതിന് ജനവിരുദ്ധമായ ഒരു മുഖം വരികയും 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77 അടിയന്തരാവസ്ഥ പിൻവലിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതോടുകൂടി ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് ദേശീയ തലത്തിലും പരാജയപ്പെടുകയാണ് ചെയ്തത്. ജനതാ പാർട്ടി അധികാരത്തിൽ വരികയാണ് ചെയ്യുന്നത്. ഈ കാലത്ത് 1967 ശേഷം 79 വരെയുള്ള കാലത്ത് കോൺഗ്രസിന്റെ പതനമായിരുന്നു. 67 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തകർന്നുപോയെങ്കിൽ പിന്നീട് 79 കേന്ദ്രത്തിലും ഈ അധികാരം കോൺഗ്രസിന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ഘട്ടത്തിന്റെ പ്രത്യേകത. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടി ചരിത്രത്തിലെ, ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിലെ മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് പ്രാദേശിക പാർട്ടികളുടെ ഉദയത്തിന്റെ കാലമാണ് പിന്നീട് ഉണ്ടാവുന്നത്. 1980 മുതൽ 1989 വരെയുള്ള കാലം എന്ന് പറയുന്നത് പ്രാദേശിക പാർട്ടികളുടെ ഉദയത്തിന്റെ ഒരു യുഗമാണ്. 1980 മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതിയ പ്രവണത രൂപപ്പെട്ടു. നിരവധി പ്രാദേശിക പാർട്ടികൾ സംസ്ഥാന തലത്തിൽ സർക്കാർ രൂപീകരിക്കുകയുണ്ടായി. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ്, പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും CPIM, ആന്ധ്രാപ്രദേശിൽ തെലുങ്കുദേശം പാർട്ടി, കർണാടകയിൽ ജനതാദൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്ന ഒരു കാലമായിരുന്നു 1980കളിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും പ്രാദേശിക പാർട്ടികൾ സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്നതോടുകൂടി ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ പുതിയ ഒരു യുഗത്തിലേക്കാണ് ഇന്ത്യ കാലെടുത്ത് വെക്കുന്നത്. അതേ കാലത്ത് തന്നെ, അതേ സമയത്ത് തന്നെ മറുവശത്ത് വിഘടനവാദ പ്രസ്ഥാനങ്ങളും സംസ്ഥാന സ്വയംഭരണ പ്രസ്ഥാനത്തിനുള്ള ആവശ്യവും ഉയർന്നു വന്ന കാലമായിരുന്നു ഇത്. ആസാമിൽ, നാഗാലാൻഡിൽ, ആന്ധ്രാപ്രദേശിൽ, ജാർഖണ്ഡിൽ, പഞ്ചാബിൽ, മഹാരാഷ്ട്രയിൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വിഘടനവാദ പ്രവർത്തനങ്ങളും ചില സ്ഥലങ്ങളിൽ സ്വയംഭരണ പ്രസ്ഥാനവും കൂടുതൽ അധികാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വരാൻ തുടങ്ങിയ ഒരു കാലം കൂടിയായിരുന്നു 1980 മുതൽ 89 വരെയുള്ള കാലം എന്ന് പറയുന്നത്. അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത്, രാഷ്ട്രീയ വ്യവസ്ഥയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മുന്നണി സംവിധാനത്തിന്റെ ആവിർഭാവമാണ്. 1989 മുതലുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായതാണ്. 1977 ജനതാ ഗവൺമെന്റ് മുന്നണിയായിട്ടാണ് ഭരിച്ചിരുന്നതെങ്കിലും അത് ചെറിയ കാലത്തിന് മാത്രമായിരുന്നു. പക്ഷേ 1989 മുതലുള്ള പ്രത്യേകത, 1989 മുതൽ പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യയിൽ മുന്നണികൾ ആയിട്ടാണ് ഇന്ത്യയിൽ ഭരണം നടക്കുന്നത്. ഇത് തുടങ്ങുന്നത്, ഇത് ഇങ്ങനെ ഒരു മുന്നണിയായിട്ട് കൃത്യമായി ഭരണം മാറി മാറി വരുന്നതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്
1959-ലാണ്. 1959 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുന്നണി സംവിധാനത്തിന്റെ ആവിർഭാവമായിരുന്നു. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നണി ഭരണ രാഷ്ട്രീയത്തിന് ഈ ആധിപത്യമിട്ട് തുടക്കം കുറിക്കുകയായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് അത് തന്നെയാണ് തുടരുന്നത്. പ്രാദേശിക പാർട്ടികൾ ചേർന്ന് നാഷണൽ ഫ്രണ്ട് NF ഗവൺമെന്റ് തുടങ്ങിവെച്ച ഈ പ്രവണത പിന്നീട് NDA ആയി, പിന്നെ UPA ആയി, അങ്ങനെ മുന്നണികളായിട്ടാണ് ഇന്ത്യ ഭരിക്കുന്ന ഒരു അവസ്ഥ വന്നത്. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സമകാലിക ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ 2014 മുതൽ BJP നേതൃത്വത്തിലുള്ള NDA മുന്നണി, BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മുന്നേറ്റം കുറിക്കുന്ന ഒരു കാലമായിരുന്നു. 2014 മുതൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും അവരുടെ കയ്യിലായി. നമുക്കറിയാലോ, ഇന്ത്യയിലെ ഇപ്പോൾ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും അവരുടെ കയ്യിലാണുള്ളത്. 2019 പൊതു തെരഞ്ഞെടുപ്പിലും 5 വർഷം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഇതേ സ്ഥിതി തന്നെയാണ് തുടരുന്നത്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം ഈ നിലയിലാണ് കടന്നു പോകുന്നത്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും BJPയുടെ അല്ലെങ്കിൽ അവർ നയിക്കുന്ന മുന്നണിയുടെ കയ്യിലായിരിക്കുകയും ഇന്ത്യ മൊത്തത്തിൽ അവർ ഭരിക്കുകയും ചെയ്യുന്ന, വളരെ ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഇന്ത്യ ഭരിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ കാലത്താണ് ഇന്ത്യൻ രാഷ്ട്രീയമുള്ളത്. ഇതാണ് നിലവിലെ അവസ്ഥ, ഇതാണ് അവസാന ഘട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ വ്യവസ്ഥയുടെ പരിണാമഘട്ടങ്ങൾ ഉണ്ടായത്. ഇതിനിടയിലാണ് ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായി വന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്ഭവത്തിന്റെ തുടക്കം മുതൽ ഇന്നുള്ള അവസ്ഥ വരെയാണ് നമ്മൾ ചരിത്രപരമായി വിശകലനം ചെയ്തത്.